അപ്പോൾ ഞങ്ങളങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് കേസ്. ട്രെയിൻ ഏതെങ്കിലും വരുമോ നോക്കിയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ട്രെയിൻ ഒരുപാട് തിരക്കും ആളും ബഹളവും ഒന്നുമില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ കാണണമെങ്കിൽ മുതലമട റെയിൽവേ സ്റ്റേഷൻ വന്നാൽ മതി. കാരണം അധികം ട്രെയിനുകൾ ഇതിലേ ഓടുന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്ന ആ ഭാഗത്ത് തന്നെ കാണില്ലേ, നമ്മൾ പോകുന്ന റോഡ് സൈഡ് ചെറിയൊരു വിനായകൻ ക്ഷേത്രം, ആൽത്തറ വിനായകൻ. അതിന് തൊട്ടടുത്തായിട്ട് നല്ല പഴമയെ കാണിക്കുന്ന പോലുള്ള ചെറിയൊരു ചായക്കട കേട്ടോ. നല്ല രസം. മുതലമട റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ മാങ്ങ ഒരു ഗോഡൗൺ ഉണ്ട് കേട്ടോ കേസ്. മാങ്ങകളൊക്കെ കൂട്ടി കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആക്കി വെച്ചിരിക്കുന്ന ഓരോ കൂടകളിലാക്കി വെച്ചിരിക്കുന്ന അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കേസ് നമ്മളങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഫേമസ് ആയിട്ടുള്ള പാലക്കാട്ടിലെ എന്താ പറയുക ഫിലിമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഫിലിമുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനും കൂടിയാണിത്. അപ്പോൾ കേസ് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ചെറിയൊരു യാത്രാ വീഡിയോസാണ് കേട്ടോ. നമ്മൾ മുതലമടയ്ക്കാണ് പോണത്. എന്താ കാര്യങ്ങൾ അവിടെ എന്തൊക്കെ കാണാനുള്ളതെന്നൊക്കെ നമുക്ക് നോക്കട്ടെ കേസ്. അപ്പോൾ പോണതിന് മുമ്പ് തന്നെ ചെറിയൊരു നമ്മളെ ഒരു റോഡ് സൈഡ് ചെറിയൊരു നല്ല ഭംഗിയുള്ളൊരു ചെറിയ കുഞ്ഞു ക്ഷേത്രം കണ്ടു കേട്ടോ, മാരിയമ്മൻ ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രം കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കേസ്. ബാക്കിൽ പാടങ്ങളൊക്കെ ആയിട്ട് റോഡ് സൈഡ് തന്നെയുള്ളൊരു ക്ഷേത്രമാണ്, കാണിച്ചു തരാം. അപ്പോൾ കഴിച്ച് നമ്മൾ മുതലമടയ്ക്ക് പോണതിൻ്റെ വഴിയിലേ ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം കേട്ടോ, ഒരു മാരിയമ്മൻ കോവിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പോണത് നമ്മുടെ മുതലമടയ്ക്കാണ് കേട്ടോ. ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന, അതായത് നമ്മുടെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് മാങ്ങ കയറ്റുമതി ചെയ്യുന്ന നമ്മുടെ പാലക്കാടിലെ മുതലമട മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ തത്തമംഗലം ഈ ഭാഗത്തൊക്കെ നല്ല രസമുണ്ട് കേസ്. നല്ല ഒരുപാട് റോഡ് സൈഡ് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ പോകുന്ന വഴിയിൽ നല്ല നല്ല സ്ഥലങ്ങളും കാര്യങ്ങളും ഓരോ ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോവാട്ടോ. അപ്പോൾ കേസ് നമ്മൾ അങ്ങനെ മുതലമട എത്താറായിട്ടാ. മുതലമട റെയിൽവേ സ്റ്റേഷനൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഹൃദയം എന്നുള്ള മൂവിയിലുള്ള സ്റ്റേഷനാണല്ലോ. അപ്പോൾ അവിടെ തന്നെയാണ് ഈ മാംഗോ സിറ്റി കേട്ടോ. ആ ഭാഗത്തും ഈ കൊല്ലംകോട് ആ ഭാഗത്തും എല്ലാം കൂടി പരന്ന് കിടക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ മാംഗോ സിറ്റി എന്ന് പറയുന്നത്. അത് അപ്പോൾ അങ്ങനെ നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എന്താ പറയുക, ഒരുപാട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വെട്ടം അങ്ങനത്തെയൊക്കെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള, അതിന് മുമ്പൊരിക്കൽ ഞാൻ 2 കൊല്ലം മുമ്പ് ഇങ്ങനെ വന്നൊരിക്കൽ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ കേസ്. അപ്പോൾ ആ സ്ഥലമാണിത്. നല്ല രസമാണ് കേട്ടോ. ചെറിയ നല്ലൊരു പാലക്കാടൻ ഗ്രാമഭംഗിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നന്ദിയോടെന്ന് പറഞ്ഞ സ്ഥലമാണിത് കേട്ടോ. അപ്പോൾ നന്ദിയോട് നിന്ന് തിരിഞ്ഞെങ്ങനെ നമ്മൾക്ക് മുതലമടയിലേക്ക് പോവാം അല്ലേ? അതെ, നന്ദിയോടുന്ന് റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മുതലമട റെയിൽവേ സ്റ്റേഷനാണ്. ആ ഭാഗത്ത് തന്നെയാണ് ഈ മാങ്ങത്തോട്ടങ്ങൾ കേട്ടോ. ഒരുപാട് മാങ്ങത്തോട്ടങ്ങളും മാങ്ങ അങ്ങനെ എന്താ പറയുക അതൊക്കെയുള്ള ഒരു സ്ഥലമാണിത്. അവിടെ നിന്നാണ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മാങ്ങകളൊക്കെ കയറ്റി അയക്കണതൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം മാങ്ങത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കട്ടെ കേസ്. ഇവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇതൊരു ചെറിയൊരു ക്ഷേത്രമാണ്, ഉച്ചുമാളിയമ്മൻ ക്ഷേത്രമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ചെറിയൊരു ക്ഷേത്രം. അതും കഴിഞ്ഞ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല നല്ല എന്താ പറയുക നല്ല ഒരുപാട് ഇവിടെയൊക്കെ വാഴത്തോട്ടവും മാങ്ങത്തോട്ടം ഇവിടെ തന്നെ തുടങ്ങിയിട്ടൊക്കെ. ഇതൊക്കെ മാങ്ങകളാണ്. അപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തോട്ടങ്ങളുണ്ട്, മാങ്ങത്തോട്ടങ്ങളുണ്ട്. അത് കാണാൻ തന്നെ നല്ല രസമാണ്. കാരണം ഈ വെളി രാജ്യങ്ങളിലേക്കൊക്കെ മാങ്ങകൾ കയറ്റി അയക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഈ മുതലമട. ഇതൊക്കെ തെങ്ങുതോട്ടവും മാങ്ങത്തോട്ടവും അങ്ങനെ ഒരുപാട് എന്താ പറയുക കൃഷി ഒരുപാട് കൃഷിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ മുതലമട. അപ്പോൾ നമ്മൾ പോകുന്ന ആ ഭാഗത്ത് തന്നെ കാണില്ലേ, നമ്മൾ പോകുന്ന റോഡ് സൈഡ് ചെറിയൊരു വിനായകൻ ക്ഷേത്രം, ആൽത്തറ വിനായകൻ. അതിന് തൊട്ടടുത്തായിട്ട് നല്ല പഴമയെ കാണിക്കുന്ന പോലുള്ള ചെറിയൊരു ചായക്കട കേട്ടോ. നല്ല രസമുണ്ട് ഈ ചായക്കട. നോക്കുക ഗൈസ്, അടിപൊളി ചായക്കട. പണ്ടത്തെ ഓല മേഞ്ഞ ഒരു ചായക്കടയും ഒക്കെ നല്ല രസമില്ല. ഈ ഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടാകും, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളും ഇതൊക്കെ നമ്മൾ പണ്ട് നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓരോ വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത്. നമുക്ക് നേരെയാണ് പോകേണ്ടത്. മുതലമട റെയിൽവേ സ്റ്റേഷനും മാങ്ങത്തോട്ടങ്ങളൊക്കെ നേരെ കാണുന്ന അവിടെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ മാങ്ങത്തോട്ടങ്ങളൊക്കെ ഈ ഭാഗത്തു നിന്നേ തുടങ്ങിയിട്ട് അവിടെയൊക്കെ കുറേ മാങ്ങത്തോട്ടങ്ങളാണ്. മാങ്ങകളൊക്കെ വലിച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ഇതിലൊന്നും അധികം കാണുന്നില്ല. അതെ അതെ അതെ.
അപ്പോൾ നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ മാങ്ങ ഒരു ഗോഡൗൺ ഉണ്ട് കേട്ടോ കേസ്. മാങ്ങകളൊക്കെ കൂട്ടി നമുക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആക്കി വെച്ചിരിക്കുന്ന ഓരോ കൂടകളിലാക്കി വെച്ചിരിക്കുന്ന അതാണ് ഇവിടെ കാണുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ തോട്ടങ്ങളാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനും പിന്നെ മാങ്ങ തോട്ടങ്ങളൊക്കെയാണ്. അവിടെ നിന്നൊക്കെ പറിച്ചിട്ട് അവർ ഇവിടെ വന്നിട്ട് ഓരോ ലോഡായിട്ട് ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഓരോ ഭാഗത്തേക്ക് വെളിനാട്ടിലേക്കൊക്കെ അയക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ കേസ്. ഇതേപോലെ കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മൾ പോണ മുമ്പ് ഇങ്ങനെ ഒന്ന് കണ്ടപ്പെടുത്താണ് അല്ലേ. അപ്പോൾ അടിപൊളിയുടെ കേസ്. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ല സൗ നല്ല മണമുണ്ട് അല്ലേ. മാങ്ങൻ്റെ നല്ല മണമുണ്ട് കേട്ടോ കേസ്. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഇതാകണല്ലേ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഈ ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ. ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റും കേട്ടോ. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയാൽ മതി. ഇവിടെയൊക്കെ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാലൊക്കെ മാങ്ങത്തോട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് പോകണം. ഒരു കാടിന് നടുക്കുള്ള പോലെയുള്ള ഒരു ഫീലാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അല്ലേ സമയം. ഇതിനു മുമ്പ് നമ്മൾ ഹൃദയം ഫേമസ് ആയി. ഹൃദയം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഇതായപ്പോൾ എല്ലാവരും ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരു തിരക്കുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയാണ് കേസ്. കൊറോണയ്ക്ക് ശേഷം എല്ലാം ഓപ്പണായ ശേഷം ഞങ്ങളിവിടെ ഒരിക്കൽ വന്നിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഫേമസ് ആയിട്ടുള്ള പാലക്കാട്ടിലെ മുതലമട, അതായത് ഫിലിം ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കേസ് നമ്മളങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഫേമസ് ആയിട്ടുള്ള പാലക്കാട്ടിലെ എന്താ പറയുക ഫിലിമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഫിലിമുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനും കൂടിയാണിത്. ട്രെയിനുകൾ ഇടയിലിടയിലൊക്കെ ഇതിലേ വരുന്നുണ്ട് കേസ്. അപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്ത് പോയി കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നല്ല ഭംഗിയായിട്ട് കേസ്. ഈവനിങ് ടൈമിൽ അടിപൊളിയാണ്. നമുക്ക് എന്താ പറയുക അവിടെ വന്ന് ഇരിക്കാനും സമയം ചിലവഴിക്കാനൊക്കെ. നോക്ക് നമ്മുടെ ഈ പനകൾ തെങ്ങുകളൊക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്ത് ഇതിടുമ്പോൾ ചുറ്റും അതൊക്കെ കണ്ടില്ലേ, അതൊക്കെ അവിടെ നിർത്തിയിട്ട് തന്നെയാണ് അവർ ഇതൊക്കെ പാകിയിട്ടുള്ളത്. അടിപൊളി. എന്തായാലും അകത്ത് പോയിട്ട് കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. 20 രൂപയാണ് രണ്ടാൾക്ക്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അകത്തേക്ക് വന്നു. ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് എല്ലാ റെയിൽവേ സ്റ്റേഷനിലുള്ള തന്നെ. അപ്പോൾ ഇവിടെയുണ്ട്. പക്ഷേ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ്. കാരണം ഇവിടെ കുറച്ച് ട്രെയിനുകൾക്കൊക്കെ എന്തോ സ്റ്റോപ്പുള്ളൂ. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. നല്ല ചില്ലിക്കൊമ്പുകളൊക്കെ ഉള്ള, അതെ ആ ഭാഗത്ത് കേട്ടോ. ഞങ്ങൾ വരുന്ന ഭാഗത്തല്ല, ഞങ്ങളിപ്പോൾ ഈ മുതലമട എന്നുള്ള ഒരു ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്നു തന്നെ ഉള്ളൂ കേട്ടോ കേസ്. അപ്പോൾ അടിപൊളി. ആ ഭാഗത്താണ് നിറയെ ഒരുപാട് ഈ നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ വന്ന് പള്ളി പടർപ്പുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കണത്, അതെ ആൽമരം, അതൊക്കെ അപ്പുറത്താണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേസ് വന്നത്. ഈ മുതലമട എന്നുള്ളത് ഒരു ട്രെയിനും കൂടി ഇപ്പോൾ വന്നാൽ പൊളിച്ചു അല്ലേ. ശരി. മെയിനായിട്ട് ഈ മുതലമടയിലൂടെ കടന്നു പോകുന്നത് പഴനിയിലേക്കൊക്കെ പോകുന്ന ട്രെയിനുകളാണ് കേട്ടോ. ഇത് എത്ര മണിക്കാണെന്ന് അറിയില്ല. എന്തായാലും ഒരുപാട് പേര് ഇവിടെ വീഡിയോസ് എടുക്കാൻ ടൂറിസ്റ്റുകൾ കേട്ടോ കേസ്. മുതലമട പാലക്കാട് വരുന്നവരൊക്കെ എന്തായാലും ഇവിടെ വന്ന് എന്താ പറയുക വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു കാഴ്ചകളാണ്. പിന്നെ അപ്പുറത്തെ ഒരു ഗുഡ്സ് ട്രെയിൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് എത്ര മണിക്കാണ് പോകാമെന്നറിയില്ല. അവിടെ ഒരു ഗുഡ്സ് ട്രെയിനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ട്രെയിൻ വരുമോ നോക്കിയിട്ട് പോകാം അല്ലേ സൗമ്യ. ശരി. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഒരുപാട് സിനിമകൾക്ക് വേദിയായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ പ്രത്യേകിച്ച് ഈ കാണുന്ന ഈ ആൽമരങ്ങൾ തന്നെയാണ് കേസ്. ഇത് ഒരുപാട് സിനിമകളിൽ നമ്മൾ വെട്ടം അങ്ങനെ ഒരുപാട് കുറേ സിനിമകളുണ്ട്. പേരിപ്പോൾ കറക്റ്റായി കിട്ടുന്നില്ല കേസ്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ മുതലമട റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഞങ്ങളങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് കേസ്. ട്രെയിൻ ഏതെങ്കിലും വരുമോ നോക്കിയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ട്രെയിനൊന്നും ഇല്ല. നമ്മുടെ പൊള്ളാച്ചി ഈ നമ്മുടെ പഴനിക്കുള്ള ട്രെയിനുകളൊക്കെ ഉണ്ട് വരുന്നത്. അതൊക്കെ 7 മണി 7:30ക്കൊക്കെയാണ്. ഞങ്ങൾ വന്ന സമയത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞങ്ങൾ നേരെ പോണത് നമ്മുടെ എന്താണ് മാംഗോ അല്ലേ, മാങ്ങത്തോട്ടമുണ്ട് കേസ്. മാങ്ങത്തോട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടാൾ പോകാൻ നിൽക്കുന്നത്. സ്റ്റേഷൻ അടിപൊളിയാണ് കേസ്. ഇപ്പോൾ ഒരുപാട് തിരക്കും ആളും ബഹളവും ഒന്നും ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷൻ കാണണമെങ്കിൽ മുതലമട റെയിൽവേ സ്റ്റേഷൻ വന്നാൽ മതി. കാരണം അധികം ട്രെയിനുകൾ ഇതിലേ ഓടുന്നില്ല കേസ്. പക്ഷേ വലിയൊരു എന്താ പറയുക നല്ല നമ്മുടെ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്.
കൊള്ളാം, അടിപൊളിയാണല്ലോ. വൈകുന്നേരത്തൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി മാങ്ങത്തോട്ടമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാട്ടെ കേസ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ മാങ്ങത്തോട്ടങ്ങൾ കിട്ടാം. അവിടുത്തെ മാങ്ങകൾക്കൊരു ചെറിയ പ്രത്യേകതകളൊക്കെ എനിക്ക് തോന്നിയതേ, നിറയെ ചില്ലുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. അധികം പൊക്കവും ഇല്ല. ഇതിലെല്ലാം മാങ്ങകളുണ്ട് കേട്ടോ, അല്ലേ? അപ്പോൾ നമുക്ക് സുഖമായിട്ട് അവിടെയൊക്കെ കയറി ഇരിക്കാം, ഊഞ്ഞാലാടാം, അതൊക്കെ അടിപൊളിട്ടാ. എല്ലാ മാങ്ങത്തോട്ടങ്ങളും മാങ്ങ ഈ മരങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒക്കെ ചെറിയ കുഞ്ഞു ഹൈറ്റ് കമ്മിയാണ് കേട്ടോ. നിറയെ ചില്ലകളുണ്ട്, ഹൈറ്റ് കമ്മിയാണ്, നിറയെ ചില്ലകളുണ്ട്. അതിലൊക്കെ ഒരുപാട് മാങ്ങകൾ ഉള്ളതാണ്. അതൊക്കെ പറിച്ചിരിക്കുന്നതാണ് കേട്ടോ, ഇതിലൊക്കെ പറിച്ചിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇതിലൊക്കെ നിറയെ മാങ്ങ വരുന്ന സമയമാണ്. നമ്മുടെ വിഷുവിന് മുമ്പൊക്കെ നല്ല മാങ്ങ, ഡിസംബർ ജനുവരികളിലൊക്കെ നല്ല മാങ്ങകൾ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഉൾവഴിയിലൂടെയാണ് കേട്ടോ വരുന്നത്. ഈ മാങ്ങത്തോട്ടങ്ങളാണ്, ഈ ഭാഗത്തൊക്കെ ഫുൾ മാങ്ങത്തോട്ടം. ഇപ്പോൾ നോക്കുമ്പോൾ കുറേ കുട്ടികൾ ഇവിടെ എന്താ പറയുക, ക്രിക്കറ്റ് കളിക്കുന്ന കാര്യങ്ങൾ അല്ലേ. ഇതൊക്കെ മാങ്ങത്തോട്ടമാണ്. അതിൻ്റെ ഉള്ളിൽ അടിപൊളി ഫുള്ള് മാങ്ങത്തോട്ടമാണ് ഈ ഭാഗത്ത് അല്ലേ. നമുക്കിതേ പോയാൽ കൊല്ലങ്കോട് എത്തിട്ടോ, കൊല്ലങ്കോട് റോട്ടിലേക്ക് പോകാം, മീനാക്ഷിപുരം റോഡ്. അങ്ങനെ ആണ് ഈ വഴി എന്നാണ് പറഞ്ഞത്. പാറൻ്റെ മേലെ കൂടെ നമുക്ക് കുഞ്ഞു വീടുകളൊക്കെ, കോഴികളൊക്കെ ഉള്ള അല്ലേ, നമ്മുടെ പണ്ടത്തെ ഓലപ്പുരകൾ ഒക്കെ ഒരു കാഴ്ചകളാണ്. നമ്മളകത്ത് അല്ലേ, നമ്മൾ ഈ ഗ്രാമങ്ങളുടെ അകത്തൂടെ വന്നാലേ നല്ല നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. അതെ, ഞങ്ങളിത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് ഫുള്ള് മാങ്ങത്തോട്ടങ്ങളുണ്ട്, അതിലൊക്കെ നിറയെ മാങ്ങയുണ്ട്. ഇതാ 2 സൈഡ് മാങ്ങത്തോട്ടങ്ങളുണ്ട് കേട്ടോ. അതാ ഇവിടെ ഇത് കണ്ടല്ലേ, ഈ ഭാഗത്തൊക്കെ ഫുള്ള് കിളിമൊക്ക മാങ്ങയാണ് ഈ കാണുകളിലെ മാങ്ങകൾ. അടിപൊളി കേട്ടോ. ഇതൊരു ക്ഷേത്രമാണ് നേരെ കാണുന്നത്, ഒരു ശ്രീ മാരിയമ്മൻ. ഇവിടെ ഒരുപാട്, ഞാൻ ശ്രദ്ധിച്ചത് ഒരുപാട് മാരിയമ്മൻ ക്ഷേത്രങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കേസ്, ഒരുപാട് മാങ്ങത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. കൊള്ളാല്ലേ. അതെ, അടിപൊളി മാങ്ങത്തോട്ടം നോക്ക്. നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഈ മാംഗോ സിറ്റി നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഒരു ആഗ്രഹം. പക്ഷേ എന്താ പറയുക, ഇതിൽ നോക്ക് ഇതിലൊക്കെ മാങ്ങകളൊക്കെ പറിച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അധികം കാണാൻ പറ്റാത്തത്. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും നമ്മുടെ മുതലമടയിൽ എവിടെ തിരിഞ്ഞാലും മാങ്ങത്തോട്ടങ്ങൾ ഒരുപാടുണ്ടാകും കേട്ടോ. പിന്നെ തെങ്ങ്, പനകൾ, അങ്ങനെ കൃഷിയിടങ്ങൾ, ഒരുപാട് കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ് തോന്നുന്നു ഈ മുതലമട പഞ്ചായത്ത് കേട്ടോ. കൊള്ളാം, അടിപൊളി. ഇതൊക്കെ മാങ്ങത്തോട്ടങ്ങളാണ്, വെറൈറ്റി. എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല. നല്ല റോഡും അല്ലേ, ഇവിടെയൊക്കെ റോഡൊക്കെ പണി കഴിഞ്ഞാൽ അടിപൊളി. പക്ഷേ ഇച്ചിരി ചാട്ടം ഉണ്ടാവും, വീഡിയോയിൽ ഒരു ഇളക്കം ഉണ്ടാവും. കൊള്ളാം. അപ്പോൾ പുതിയ സ്ഥലങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇപ്പോൾ കന്യാകുമാരി ഭാഗത്തൂടെയായിട്ടാണ് പോണത്. അങ്ങ് കൊല്ലങ്കോട് മലകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അടിപൊളി മലകളാണ് കൊല്ലങ്കോട് മലകൾ. അതെ, മലൻ്റെ താഴ്ഭാഗത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നത് വണ്ടിത്താവളം, പുതുനഗരം, തത്തമംഗലം വണ്ടിത്താവളം ആ ഭാഗത്തൂടെയാണ് മുതലമടയ്ക്ക് വന്നത്. പക്ഷെ ഇപ്പോൾ പോണത് നമ്മൾ കൊല്ലങ്കോട് ഭാഗത്തൂടെയാണ് കേട്ടോ. ഇതൊക്കെ കൃഷിയിടങ്ങളാണ്. അപ്പോൾ ഈ ഭാഗത്തെ മണ്ണിൻ്റെ പ്രത്യേകത നോക്കുക, കറുത്ത മണ്ണാണ് കേട്ടോ. കറുത്ത മണ്ണാണ് ഇവിടെയൊക്കെ പാടങ്ങളിൽ. നമ്മുടെ അവിടെയൊക്കെ ചുവന്ന മണ്ണും വേറെ രീതിയിലുള്ള മണ്ണുകളാണല്ലോ. അത് ഫുള്ള് കറുപ്പാണ് കേട്ടോ, കറുപ്പ് കളറാണ്. അപ്പോൾ അത് നല്ലൊരു വളമുള്ള മണ്ണായിരിക്കും അല്ലേ, നല്ല വളക്കൂറുള്ള മണ്ണാണ് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും ഒരുപാട് എന്താ പറയുക, കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ട് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ വരുന്നത്.
നേരെ കാണുന്നത് കൊല്ലങ്കോടാണ് കേട്ടോ. കൊല്ലങ്കോട് മലയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ കൊല്ലങ്കോട് മലയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ യാത്രയെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മുതലമട ഭാഗത്താണ് കേട്ടോ. അത് മുതലമട റെയിൽവേ സ്റ്റേഷനും മാംഗോ സിറ്റിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേസ്. അതായത് ഒരു യാത്ര പോയാലോ എന്ന് ആലോചിക്കണം. അപ്പോൾ അത് നിങ്ങളോട്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങളോട് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ കേസ്. നമ്മൾ ഒരുപാട് നമ്മൾ കച്ചവടമൊക്കെ ഇപ്പോൾ കുറവാണ്. അപ്പോൾ എന്തായാലും ഒരു യാത്ര ചെയ്തിട്ട് നമ്മുടെ വീഡിയോസുകളൊക്കെ ഒന്ന് ആക്കിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേസ് ഞാനും സൗമ്യയും കൂടി ചെറിയൊരു യാത്ര പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് കേസ് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഈ വണ്ടിയിലാണ്, അതായത് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഒരു തമിഴ്നാട് തമിഴ്നാടൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേസ് ഞാനും സൗമ്യയും കൂടിയിട്ട് ഈ വണ്ടിയിൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് പറയണം കേസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ആ യാത്രയ്ക്ക് തയ്യാറെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഒരു എന്താ പറയുക, നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും, എനിക്ക് യാത്ര ചെയ്യാൻ എനിക്കും സൗമ്യക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിലേക്ക് ഇനി വീഡിയോസുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ്, നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ യാത്രകളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും തമിഴ്നാട് യാത്ര ആദ്യം അത് കഴിഞ്ഞ് നമുക്ക് ദൈവം സഹായിച്ച് നമുക്ക് കുഴപ്പമില്ലാണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് കേസ്. അപ്പോൾ എന്തായാലും ഈ മുതലമട യാത്രയുടെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചെന്നുള്ളൂ. എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ കേസ്. ഞങ്ങളെ കൊണ്ട് പോകാൻ പറ്റുമോ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമോ എന്നതെല്ലാം ഞങ്ങൾക്ക് ഈ വീഡിയോ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ.